അമ്മമ്മേ, അരി ഇവിടെയല്ല, ഇവിടെയുള്ളത്. അതൊക്കെ എനിക്ക് അറിയാടെ ചെറുക്ക. നീ വെറുതെ ആളെ കളിയാക്കാനായി വരണ്ട. താഴെ വീണ അരിയൊക്കെ ഞാൻ പെറുക്കി പായിലിട്ടോണ്ടിരിക്കുക. അല്ല, നിങ്ങൾ എന്താ ഇത്രയും വൈകി വന്നത്? പോയി ഊണ് കഴിക്കാനിരിക്കും. വേണ്ട അമ്മൂമ്മേ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. വരും ഭാഗത്തോട്ട് വരാൻ പറ. ആ ശരി. ഈ പഞ്ചായത്തിലെ നേതാവ് എപ്പോഴാണോ വരാൻ പോകുന്നത്? വന്നിട്ട് ഞങ്ങൾ എപ്പോ ഭക്ഷണം കഴിക്കാനാ? അമ്മേ, അയ്യോ, വരണം വരണം. നിങ്ങൾക്ക് വേണ്ടിട്ടാ ഞാൻ ഇത്രയും നേരം കാത്തോണ്ടിരുന്ന്. വാ, വരണം വരണം വരണം. വന്നാട്ടെ. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഇത് നിങ്ങളുടെ വീട് പോലെ വിചാരിച്ചോ? വാന്നേ, വാ വാ. നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ തന്നെ നേതാവല്ലേ? നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ വരികയെന്ന് വെച്ചാ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം എന്നല്ലാണ്ട് അതിന് എന്താ പറയാ? ഒരു പഞ്ചായത്തിന്റെ തന്നെ നേതാവായിട്ടുള്ള താങ്കൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരികയെന്ന് പറഞ്ഞാ കുചേലൻ കൃഷ്ണന്റെ വീട്ടിൽ പോയ പോലെയാ ഉള്ളത്. ആ വരും 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 വരും. നാണിക്കൊന്നും വേണ്ട. ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ പഞ്ചായത്തിന്റെ നേതാവാ നിങ്ങള്. നിങ്ങളെ പോലുള്ള ഒരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വരാന്ന് പറഞ്ഞാ ഞങ്ങളുടെ ഭാഗ്യം നല്ലാണ്ട് എന്തു പറയാനാ? അമ്മമ്മേ, എന്താ ഇത്? പിച്ചക്കാരനൊക്കെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊടുന്നേ? എടാ, ആരെടാ നീ പിച്ചക്കാരെന്ന് പറയുന്നത്? ഇദ്ദേഹം സ്വാമിജിയാ, ബാബയുടെ 3ാമത്തെ അവതാരം. ഇതുപോലുള്ള ആൾക്കാരെ സേവിച്ചാൽ പുണ്യം കിട്ടും. ഇത് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞയച്ചേക്കാം. വെറുതെ അത് ഇതെന്നൊക്കെ ഓരോന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ അപമാനപ്പെടുത്തണ്ട. സ്വാമിജി വരൂ, നമുക്ക് പോകാം. ഈ വൃത്തികെട്ട മനുഷ്യനെയാണോ ഞാൻ ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത്? നിന്നെയാണോ ഞാൻ സ്വാമിജി എന്ന് വിളിച്ചത്? അമ്മേ, ഭിക്ഷ വല്ലതും? മിണ്ടാതിരിക്കടാ. എന്നെ അമ്മേന്ന് വിളിച്ചിട്ട് ഭിക്ഷ തരാൻ ചോദിക്കാൻ നീ മറന്നല്ലോടാ ചെക്ക. പോടാ പോടാ, നീ മര്യാദയ്ക്ക് ഇവിടുന്ന്. ഒരു നിമിഷം അവിടെ നിൽക്കേ. വിശന്നിട്ട് ആഹാരം ചോദിച്ചു വരുന്നതിന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ലല്ലോ അമ്മൂമ്മ. എന്ന് വെച്ചാ വീട്ടിൽ വിളിച്ചിരുത്തി ഇവന് ഭക്ഷണം കൊടുക്കാനാണോ പറയുന്നത്? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഭക്ഷണത്തിന് ജാതിയില്ല. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ജാതി എന്തിനു നോക്കണം? ഇവൻ നമ്മുടെ അടുത്ത് ഭിക്ഷ ചോദിക്കുന്നു, നമ്മൾ മറ്റു പലരോടും ഭിക്ഷ ചോദിക്കുന്നു. ചെയ്യുന്നത് നല്ലതോ ചീത്തയോ ആയാലും ഒരിക്കൽ അവിടെ എത്തിയേ മതിയാകും. അമ്മൂമ്മയുടെ അടുത്തുള്ളത് ഒന്ന് കൊടുത്തു നോക്ക്. അപ്പൊ സന്തോഷം അറിയാൻ പറ്റും. ആ സന്തോഷം 4 പേരുമായിട്ടൊന്ന് പങ്കുവെച്ച് നോക്ക്. അതിൽ നിന്ന് കിട്ടുന്ന സുഖം തന്നെ വേറെയാണ്. താൻ അകത്ത് കയറിയോ? ഇപ്പോ എന്റെ ഈ വയസ്സിലുണ്ടാകേണ്ട വിവേകവും അനുഭവവും നിനക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ആ ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ. വാ മോനെ. എനിക്ക് വേണ്ട, മതിയായി. ഇത്ര കുറച്ച് കഴിച്ചാ ശരീരം ക്ഷീണിച്ചു പോവില്ല. അയാൾ എനിക്ക് തീരെ പിടിക്കുന്നില്ല അമ്മേ. അതെന്താ? അയാളുടെ നോട്ടം തന്നെ ശരിയല്ല അമ്മേ. എപ്പോ നോക്കിയാലും എന്നെ തുറച്ചു നോക്കുക. സംഗീത, അങ്ങനെയൊന്നും നീ പറയാൻ പാടില്ല. അവനെ കണ്ട വളരെ നല്ലവനായിട്ടാ തോന്നുന്നു. ഇങ്ങനെയൊന്നും തെറ്റായി പറയാൻ പാടില്ല മോളെ. അങ്ങനെയല്ല അമ്മേ. തെറ്റ്. ഇറങ്ങുമ്പോ മറക്കാണ്ട് അതൊക്കെ വീട്ടിലോട്ട് എടുത്തോണ്ട് പോയിക്കോ. ശരി ശരി. എന്താ ചേട്ടാ, എങ്ങോട്ടോ പോവാൻ തോന്നുന്നു? 3ാമത്തെ അനിയൻ സിറ്റി കോളേജിലല്ലേ പഠിക്കുന്നത്. അവനൊന്ന് കാണാൻ വേണ്ടി പോകുക. ആയിക്കോട്ടെ ചേട്ടാ, പണി പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പോ. അതെ, ഇത് കോളേജാ. ഇവിടെ എന്താ കാര്യം? എന്റെ അനുജൻ ഇവിടെ പഠിക്കുന്നുണ്ട്. നിന്റെ അനിയൻ ഇവിടെയാണ് പഠിക്കുന്നെന്നോ? ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ? ഉള്ള സാധനങ്ങൾക്ക് വിൽക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇത്രമാത്രം വിൽക്കുന്നത് സിനിമ തിയേറ്ററോ? അങ്ങോട്ട് പോടോ. പെട്ടെന്നാവട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞു. വന്നു സർ. വന്നു സാർ. പ്രിൻസിപ്പൽ വന്നു. ഓക്കെ. ഹായ്, കൺഗ്രാറ്റുലേഷൻ. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു. എത്തിയിരിക്കുന്നവരൊക്കെ അവനെ പറ്റിയാണല്ലോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്തോ റാങ്ക് കിട്ടിയ പോലെ ഉണ്ടല്ലോ. ആയിരിക്കും. ഹായ് ഷിബു, മീറ്റ് മൈ ഫാദർ. ഹി ഈസ് ആൻ എഞ്ചിനീയർ. ഗ്ലാഡ് ടു മീറ്റ് യു സർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ശങ്കര, നമുക്ക് പോയാൽ മുമ്പിൽ പോയിരിക്കാം. ഏയ് വേണ്ടടാ, വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ഗേറ്റിംഗിൽ നിന്ന് വാശാൻ പോലും നമ്മളെ അകത്തോട്ട് കയറ്റി വിട്ടില്ലല്ലോ. പിന്നെയാണോ ഇവിടെ? വേണ്ട, വാന്നിങ്ങോട്. എനിക്ക് എന്റെ അനുജൻ ഡോക്ടറിന് പഠിക്കാനെന്നുള്ള അഭിമാനമുണ്ട്. പക്ഷെ അവനൊരു കുഗ്രാമത്തിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ നാണക്കേടായിരിക്കും. നമ്മൾ കാരണം എന്തിനാ വെറുതെ അവന്? വാ, നമുക്ക് പോവാം. ശങ്കര,
ഏതായാലും വന്നില്ലേ നമ്മള് കുറച്ചു നേരം കണ്ടിട്ട് പോവാന്നേ. ശരി. മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ നല്ലൊരു പേരെടുത്തൊരു സ്റ്റുഡന്റിനെ പറ്റി പറയാൻ പോവുകയാണ്. അതാരാന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലുള്ള സുബ്രഹ്മണി. അദ്ദേഹം എറാഡിക്കേഷൻ ഓഫ് ക്യാൻസർ ഇൻ ന്യൂ മില്ലേനിയം എന്ന പേരിൽ എന്നൊരു പ്രോജക്റ്റ് ചെയ്ത് അത് ആൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലില് അത് അപ്രൂവ് ആയിട്ടുണ്ട്. അത് നമ്മുടെ കോളേജിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് ചെയ്ത സുബ്രഹ്മണ്യത്തിന്റെ വിജയം നമ്മുടെ കോളേജിന് കിട്ടിയ വലിയൊരു അഭിമാനം തന്നെയാണ്. സുബ്രഹ്മണ്യത്തിനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇവന്മാരെങ്ങനെ ഇവിടെ എത്തിയത്? അകത്ത് വന്നത് അതെ, ഒരു മിനിറ്റ് ഇത് കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോക്കോളാം ചേട്ടാ. ഒന്ന് പറയണ കേളി ചേട്ടാ. ഇങ്ങനെയൊക്കെ കൈ പിടിച്ച് വലിക്കില്ലേ? പറഞ്ഞിട്ടൂടെ? ഒരു മിനിറ്റ് കണ്ട നിനക്കെന്താ ധൃതി? ആദ്യം പുറത്തു പോടോ. ഞങ്ങൾ ഒരു മിനിറ്റ് ഇത് കണ്ടു വെച്ച് നിനക്കെന്താ ബുദ്ധിമുട്ട് വരുന്നത്? തനിക്കെന്താ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഒരു മിനിറ്റ് കണ്ടാലെന്താ കോളേജിൽ ബഹളം ഉണ്ടാക്കണേ? അകത്ത് വരണമെന്ന് പറഞ്ഞിട്ട് പോലും അവന്മാർ അകത്ത് കയറി സർ. ഇതൊക്കെ നിങ്ങളുടെ ഈ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് ഏതോ ഗ്രാമത്തിൽ നിന്ന് വരുന്ന പോലെ ഉണ്ട്. ഈ കോളേജ് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് എന്താ കാര്യം? പുറത്തേക്ക് പോകാൻ നോക്ക്. പോ. ആരായാലും എനിക്കെന്താ? എടോ അങ്ങനെയൊക്കെ പറയല്ലേ മനുഷ്യ. ആ സുബ്രഹ്മണ്യന്റെ ചേട്ടനടുത്ത് അയാളെ പോയി കൈതിട്ടാണല്ലേ? നിങ്ങൾ സുബ്രഹ്മണ്യന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ? പോ നോക്ക്. എന്ത് കാര്യം ചെയ്തേ ഇഡിയറ്റ്? ഇദ്ദേഹം ആരാന്നറിയോ? എന്റെ ചേട്ടനാ. നിങ്ങളൊക്കെ വരൂ ചേട്ടാ. ഞാനെന്തോ വലിയതായി സാധിച്ചുവെന്ന് നിങ്ങൾ എന്നെ അഭിമാനിക്കുന്നില്ലേ? പക്ഷേ ഇതിനെല്ലാത്തിനും കാരണം ഞാനല്ല, ഇദ്ദേഹമാണ്, എന്റെ ചേട്ടൻ. ഇദ്ദേഹം എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിൽ എത്തിപ്പെടില്ലായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തില് ഞാൻ ഏതെങ്കിലും കൂലിപ്പണിക്കോ വല്ലതിനോ പോയേനെ. ഷർട്ട്, മുണ്ട്, ടവലിട്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെ നിങ്ങൾ അവമാനിച്ചില്ലേ? നാളെ ഞാൻ ഡോക്ടർ ആയതിനു ശേഷം കോട്ടണിഞ്ഞ് സ്റ്റെതസ്കോപ്പ് പിടിക്കുകയാണെങ്കിൽ അതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഈ മുണ്ടും ഷർട്ടുമാണ്. എല്ലാത്തിനേക്കാളും എന്റെ ചേട്ടന്റെ നല്ല മനസ്സാണ്. എനിക്ക് കിട്ടിയ പോലെ ഒരു നല്ല ചേട്ടൻ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരുപാട് സാധിച്ചേനെ. വേണ്ട മോളെ പ്ലീസ്. സംഗീത വേണ്ട മോളെ പ്ലീസ്. തുണിയൊക്കെ നനഞ്ഞു പോയി മോളെ പ്ലീസ്. ഇത് കണ്ടല്ലേ? സംഗീത വേണ്ട, വേണ്ടേ, എന്താ ഈ കാട്ടിയിരിക്കുന്നത്? ഹായ് പ്രേം. ഹായ് ആന്റി. ഹായ്. വാ മോനെ. ഹായ് ഡിയർ. ഹൗ ആർ യു? I am fine. How are you? I am so fine. ആരാത്? ഓ അതാണോ? അത് നമ്മുടെ പ്രേം സാറ്, മുതലാളിയുടെ പാർട്ണറിന്റെ മകനാ. നമ്മുടെ ചെറിയ മേഡത്തിനെ അവരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഓ, വലിയ മഹാരാജാവാണ്. കാല ലഗേജൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്ക്. ആരാവൻ? വീട്ടിലെ പാചകക്കാരനാ. അങ്ങനെയാണോ? ഹലോ പ്രേം, ഹൗ ആർ യു? ഹലോ അങ്കിൾ. ഫൈൻ. എന്താ ഇതൊക്കെ? എല്ലാം ഇവളുടെ കുട്ടിക്കളിയാണപ്പാ. വീട് കൊള്ളാം അങ്കിൾ. വെരി നൈസ്. സംഗീത, സമയം വഴുകി, വേമ്പാ. എന്ന് നീയാണോ ജയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാനാണെന്ന് ഒരു കൈ നോക്കിയേക്കാം. ഓക്കേ. Come on, let's move.
ചേട്ടാ വരുന്നുണ്ട്. ഹലോ പാചകം, നിങ്ങളെയാണ്. വരുന്നേ. ടെന്നീസ് കളിക്കാൻ പോകുന്നിടത്ത് എന്തിനാ അയാള്? ഒരു പ്രധാന കാര്യമുണ്ട്, ഞാൻ പറയാന്നേ. ആദ്യം വണ്ടി എടുക്ക്. മുതലാളി ഒന്ന് വേഗം കാറിലോട്ട് കേറി. ഞാനോ? നിങ്ങൾ തന്നെ. എന്തിനാ സാറേ? ഒരു കാര്യമുണ്ട്, ഞാൻ പറയാന്നേ. പെട്ടെന്ന് ഒന്ന് വേഗം എടുത്തടേ. ഒന്ന് വേഗം പാടണം. ആ, ഇവൻ എന്തിനാണെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ബോള് പെറുക്കിടാൻ ഒരുത്തൻ വേണ്ടേ? അതിനു വേണ്ടിയാണ്.